നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് ഡ്രൈനേജ് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അത് മറ്റൊന്നുമല്ല, ഉപദ്വീപീയ മേഖലയിലെ ഡ്രൈനേജ് സിസ്റ്റത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അഥവാ ഉപദ്വീപീയ നദികൾ എന്ന മേഖലയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം ഉപദ്വീപ് എന്താണ് എന്നറിഞ്ഞെങ്കിൽ മാത്രമേ ഉപദ്വീപീയ നദികളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഉപദ്വീപിനെ നമ്മൾ പറയുന്നത് പെനിൻസുല എന്ന് പറയാറുണ്ട്. പെനിൻസുലാർ ഇന്ത്യ എന്ന് വെച്ചാൽ ഉപദ്വീപീയ ഇന്ത്യ എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ മൂന്ന് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഭൂപ്രദേശത്തിനെയാണ് നമ്മൾ പെനിൻസുല എന്ന് വിശേഷിപ്പിക്കാറുള്ളത്. അങ്ങനെ നോക്കിയാൽ ദാ ഇവിടെ നമ്മുടെ അറേബ്യൻ സീ, ദാ ഇവിടെ ബേ ഓഫ് ബംഗാൾ, ദാ ഇവിടെ ഇന്ത്യൻ ഓഷ്യൻ. ഈ മൂന്ന് സമുദ്രങ്ങളാലും അല്ലെങ്കിൽ രണ്ട് വശത്ത് കടലിനാലും ഒരു വശത്ത് സമുദ്രത്തിനാലും ചുറ്റപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ദക്ഷിണ ഭാഗം മൂന്ന് വശവും ജലത്താൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിനെ നമ്മളെന്ത് വിളിക്കുന്നത്, ഇന്ത്യൻ പെനിൻസുല എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ പെനിൻസുലയിൽ നിന്ന് ഉത്ഭവിച്ച് കടലിലേക്ക് ഒഴുകുന്ന നദികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെനിൻസുലാർ റിവേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. ഈ പെനിൻസുലാർ റിവേഴ്സിനെ കുറിച്ച് പൊതുവെ പറയുമ്പോൾ ഇത് ഹിമാലയൻ നദികളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഹിമാലയൻ നദികളുടെ അത്ര വലിപ്പമില്ല, ജലം വഹിക്കുന്നില്ല, ഹിമാലയൻ നദികൾ കൊണ്ടുവരുന്ന അത്രയും അവസാദങ്ങൾ കൊണ്ടുവരുന്നില്ല, ഹിമാലയൻ നദികൾ സൃഷ്ടിക്കുന്ന വെള്ളച്ചാട്ടങ്ങൾ സൃഷ്ടിക്കുന്നില്ല, താഴ്വരകൾ സൃഷ്ടിക്കുന്നില്ല. അങ്ങനെ ഒരുപാട് പരിമിതികളുണ്ടെങ്കിലും ഈ ഉപദ്വീപീയ നദികളുണ്ടല്ലോ, അതേ ഹിമാലയൻ നദികളെക്കാൾ പഴക്കമുള്ളതാണ്, പ്രായമുള്ളതാണ്. കാരണം ഹിമാലയത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ, ഹിമാലയ പർവ്വതത്തിൻ്റെ രൂപീകരണത്തെപ്പറ്റി നമ്മൾ പഠിച്ചപ്പോൾ, ഹിമാലയ പർവ്വതത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായത് ഈ ഇന്ത്യൻ പെനിൻസുല അല്ലെങ്കിൽ ഇന്ത്യൻ പ്ലേറ്റ് എന്ന് പറയുന്നത് യൂറേഷ്യൻ പ്ലേറ്റിലേക്ക് ചെന്ന് കൂട്ടി ഇടിച്ചു കയറിയതിൻ്റെ പരിണിത ഫലമായിട്ടാണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഹിമാലയത്തെക്കാളും പ്രായമുള്ള മേഖലയാണ് ഈ ഉപദ്വീപീയ മേഖല. അതുകൊണ്ട് തന്നെ ഹിമാലയൻ നദികളെക്കാളും പ്രായവും പഴക്കവും കൂടുതലുള്ളതാണ് നമ്മുടെ ഈ ഉപദ്വീപീയ നദികൾക്ക്. ഈ ഉപദ്വീപീയ നദികൾ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉപദ്വീപീയ മേഖലയിൽ ഉയർന്നു നിൽക്കുന്ന പർവ്വത ശ്രേണികളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഉപദ്വീപീയ മേഖലയിലെ പ്രധാനപ്പെട്ട പർവ്വതങ്ങൾ, ആരവല്ലി ഒരു പ്രധാനപ്പെട്ട പർവ്വതമാണ്. ഇതാ ഇങ്ങനെ നീണ്ടു കിടക്കുന്നൊരു ആരവല്ലിയുണ്ട് അല്ലേ. അതേപോലെ പശ്ചിമഘട്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നൊരു പശ്ചിമഘട്ടമുണ്ട്. ദാ ഇവിടെ ഇങ്ങനൊരു പൂർവ്വഘട്ടമുണ്ട്. ദാ ഇവിടെ ഒരു വിന്ധ്യനും സത്പുരയും കിടപ്പുണ്ട്. ദാ ഇവിടെ ഇങ്ങനെ അമർഖണ്ഡൊക്കെ കിടപ്പുണ്ട്. അങ്ങനെ ധാരാളം കുന്നുകൾ ഈ ഉപദ്വീപീയ മേഖലയിലുണ്ട്. അപ്പോൾ ഈ ഉപദ്വീപീയ മേഖലയിൽ നിന്നും ഒഴുകി വരുന്ന നദികൾ സമുദ്രങ്ങളിൽ ചെന്ന് പതിക്കുന്നു. അങ്ങനെ സമുദ്രങ്ങളിൽ പതിക്കുന്ന നദികളും സമുദ്രങ്ങളിൽ പതിക്കാതെ ഒഴുകി വരുന്ന വഴിക്ക് വറ്റി വരണ്ടു പോകുന്ന നദികളും ഉൾപ്പെടുന്ന ഒരു നദീതട വ്യവസ്ഥയാണ് പെനിൻസുലാർ ഡ്രൈനേജ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ആ പെനിൻസുലാർ ഡ്രൈനേജ് സിസ്റ്റത്തെ നമുക്ക് പൊതുവെ പലതായിട്ട് തരംതിരിക്കാൻ പറ്റും അല്ലേ. വാട്ടർ ഡിവൈഡായിട്ട് നമ്മൾ പറഞ്ഞ വെസ്റ്റേൺ ഘട്ടിനെയും ഈസ്റ്റേൺ ഘട്ടിനെയും, വിന്ധ്യാസത്വര പർവ്വത നിരകളെയും, അമർകണ്ടക പ്ലേറ്റുവിനെയും, ആരവല്ലി ഹിൽസിനെയും ഒക്കെ നമ്മൾ പറഞ്ഞു. എന്നിരുന്നാലും ഇതൊഴുകുന്ന ദിശയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മൂന്നാക്കി തരംതിരിക്കാൻ സാധിക്കും. ഒന്ന്, ഈസ്റ്റ് ഫ്ലോവിങ് റിവേഴ്സ്, കിഴക്കോട്ടൊഴുകുന്ന നദികൾ അല്ലേ. കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് ഒന്നാമത്തേത്. അതിനുദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നിങ്ങനെയുള്ള വലിയ നദികളുണ്ട്. ഇതിൻ്റെ പോഷക നദികളുമുണ്ട്. ഇനി പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒഴുകുന്ന നദികൾ അല്ലേ, വെസ്റ്റ് ഫ്ലോവിങ് റിവേഴ്സ് എന്ന് പറയുന്നതുണ്ട്. അത് നർമ്മദയുണ്ട്, താപ്തി അഥവാ താപിയുണ്ട്, ലൂണിയുണ്ട്, സബർമതിയുണ്ട്, ഹസ്തമതിയുണ്ട്, പിന്നെയോ മഹിയുണ്ട്, ശരാവതിയുണ്ട്. അങ്ങനെ ഒരുപാട് നദികൾ അറബിക്കടൽ ഭാഗത്തേക്ക് ഒഴുകുന്ന, പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒഴുകുന്ന നദികളുമുണ്ട്. ഇനി വടക്കോട്ടൊഴുകുന്ന നദികളുണ്ട്. വടക്കോട്ടൊഴുകുന്ന നദികളെന്ന് വെച്ചാൽ നോർത്ത് ഫ്ലോവിങ് റിവേഴ്സാണ്. അത് ഹിമാലയൻ നദീതടം പഠിച്ചപ്പോൾ ഗംഗയുമായി ചേരുന്ന കൂട്ടത്തിൽ നമ്മൾ പഠിച്ചു, ഓർമ്മയുണ്ടോ? ചമ്പൽ, ബത്വ, കെൻ, സിന്ധ് എന്നീ നദികളെ പറ്റി പഠിച്ചത് ഓർമ്മയില്ലേ? അവയെല്ലാമാണ് നോർത്ത് ഡയറക്ഷനിലേക്ക് പോകുന്ന നദികളെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽഡ് ആയിട്ട് പെനിൻസുലാർ ഡ്രൈനേജ് സിസ്റ്റത്തെ പറ്റി നമുക്കൊന്ന് പഠിക്കാം അല്ലേ. ഈ പെനിൻസുലാർ ഡ്രൈനേജ് സിസ്റ്റം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, ഓൾഡറാണ്, പ്രായം കൂടിയവനാണ്, വയസ്സനാണ്. ആരെക്കാൾ? നമ്മുടെ ഹിമാലയത്തെക്കാളും പ്രായം കൂടുതലുള്ളതാണ് ഇതിനെയും. പിന്നെയോ ഈ ഉപദ്വീപീയ നദികളിൽ പ്രധാനപ്പെട്ട വാട്ടർ ഡിവൈഡായിട്ടുള്ളവരാണ്. ഈ പറയുന്ന വെസ്റ്റേൺ ഗട്ട്സ് ആണ് ഇവിടെ വാട്ടർ ഡിവൈഡായിട്ട് പ്രവർത്തിക്കുന്നത്.
അതിൽ 3 നദികളുണ്ടെന്ന് പറഞ്ഞല്ലേ, ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് ഫ്ലോവിങ് ഡയറക്ഷനിലുള്ള നദികളുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ആരെക്കുറിച്ചാണെന്നറിയാമോ? അത് ഈസ്റ്റ് ഫ്ലോവിങ് റിവേഴ്സിനെ കുറിച്ചാണ്, അല്ലേ? ഈസ്റ്റ് ഫ്ലോവിങ് റിവേഴ്സ്. ഈസ്റ്റ് ഫ്ലോവിങ് റിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്ക് ദിശയിലേക്ക് ഒഴുകുന്ന നദി എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? അപ്പോൾ കിഴക്ക് ദിശയിലേക്ക് ഒഴുകുന്ന ഒരു നദിയുണ്ട്, മഹാനദി എന്ന് പറയുന്ന ഒരു വലിയ നദിയുണ്ട്. ആ മഹാനദിയുടെ നീളം എന്ന് പറയുന്നത് നമുക്കറിയാം, അല്ലേ? മഹാനദി 857 കിലോമീറ്റർ ഒഴുകുന്ന നദിയാണ് മഹാനദി, അല്ലേ? 857 കിലോമീറ്റർ ഒഴുകുന്ന നദിയാണ് മഹാനദി. ഇതിൻ്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ എന്തായിരിക്കാം? ബിഗ് റിവർ, വളരെ വലിയ നദി അഥവാ ബിഗ് റിവർ എന്നതാണ് ഇതിൻ്റെ മീനിങ്. ഇതെവിടെ നിന്ന് ഉത്ഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ദണ്ഡകാരണ്യം എന്ന് പറയുന്നൊരു വനമേഖലയുണ്ട്, അല്ലേ? ദണ്ഡകാരണ്യം, അല്ലേ? ആ ദണ്ഡകാരണ്യം എന്ന് പറയാൻ നേരത്ത് നമ്മുടെ ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ് മുതലായ ഏരിയയിലായിട്ട് പടർന്ന് പന്തലിച്ച് കിടക്കുന്നൊരു മേഖലയാണ് ദണ്ഡകാരണ്യം എന്ന് പറയുന്നത്. ആ ദണ്ഡകാരണ്യത്തിൽ, അല്ലേ, എവിടെയാണത്? റായ്പൂർ ഡിസ്ട്രിക്റ്റിൽ നിന്നാണ്. റായ്പൂർ ഡിസ്ട്രിക്റ്റ്. അപ്പോൾ റായ്പൂർ എന്നൊരു സ്ഥലമുണ്ട്, റായ്പൂർ, അല്ലേ? എവിടെയാണ് റായ്പൂർ? ഛത്തീസ്ഗഡിലാണ് റായ്പൂർ. ആണോ മധ്യപ്രദേശിലാണോ? ഇതാണ് റായ്പൂർ. അത് നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ റായ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുമാണ് ഇത് ഉത്ഭവിക്കുന്നത്. ഇത് സിഹാവ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, സിഹാവ, അല്ലേ? ദണ്ഡകാരണ്യത്തിലെ സിഹാവ എന്ന് പറയുന്നൊരു പ്രദേശം അത് റായ്പൂരിലാണ്. അപ്പോൾ റായ്പൂരിൽ നിന്നുമാണ് ഇത് ഉത്ഭവിച്ച് വരുന്നത്. അങ്ങനെ ഉത്ഭവിച്ച് വരുമ്പോൾ ഈ നദിയിൽ കെട്ടിയിരിക്കുന്ന ഒരു ഡാമുണ്ട്. ആ ഡാമിൻ്റെ പേരാണ് ഹിരാക്കുഡ് എന്ന് പറയുന്ന ഒരു ഡാമാണ്, അല്ലേ? ഹിരാക്കുഡ് എന്ന ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. ഈ പറയുന്ന നമ്മുടെ റായ്പൂർ ഏത് സംസ്ഥാനത്താണ്? ഛത്തീസ്ഗഡിലാണോ മധ്യപ്രദേശിലാണോ എന്ന് കൃത്യമായിട്ട് പറയേണ്ടതാണ് കേട്ടോ. നിങ്ങൾക്കൊരു ചോദ്യമായിട്ട് നൽകുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഹിരാക്കുഡ് എന്ന് പറഞ്ഞൊരു ഡാം ഇതിലുണ്ടെന്ന് പറഞ്ഞു, അല്ലേ? ലോങ്ങസ്റ്റ് ഡാം ഇൻ ദ വേൾഡ് എന്ന് നമുക്ക് പഠിക്കേണ്ടുന്നൊരു ഡാമാണ് ഈ പറയുന്ന ഏത്? ഹിരാക്കുഡ് എന്ന് പറയുന്ന ഡാം. ഏകദേശം 21 കിലോമീറ്റർ ഈ പറയുന്ന ഡാമിൻ്റെ ഒരു അപ്രോച്ച് ബണ്ടുണ്ട്. അതുപോലെ 4 കിലോമീറ്ററോളം വരുന്ന ഒരു വീതിയും ഇതിനുണ്ട്. അങ്ങനെ നോക്കിയാൽ ഏകദേശം 25 കിലോമീറ്ററോളം ഈ ഡാമിന് ലെങ്ത് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ഡാമായിട്ട് ഹിരാക്കുഡ് ഡാം അറിയപ്പെടുന്നുണ്ട്, നമുക്കറിയാം, അല്ലേ? ഹിരാക്കുഡ്. ഇതിന് പോഷക നദികളായിട്ടുള്ള എന്താണ്? ഷിയോനാഥ് ഉണ്ട്. ഷിയോനാഥിൻ്റെ പ്രത്യേകത ലോകത്തിലല്ല, ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വകാര്യവൽക്കരിക്കപ്പെട്ട ഒരു നദിയാണ് ഷിയോനാഥ്. ഫസ്റ്റ് പ്രൈവറ്റൈസ്ഡ് റിവർ ഇൻ ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഷിയോനാഥാണ്. ഇത് മഹാനദിയുടെ പോഷക നദിയാണ്. 2000 ഈ സംഭവം, 2000 ആണ്ടിലായിരുന്നു ഈ സംഭവം നടന്നത്. അതായത് മധ്യപ്രദേശ് ഗവൺമെൻറ് ഈ ഷിയോനാഥ് എന്ന് പറയുന്ന നദിയെ കൈലാസ് സോണി എന്ന് പറയുന്ന ഒരു വ്യവസായിക്ക് എന്ത് ചെയ്തു? വിറ്റു. ഏകദേശം ഒരു 16ഓളം കിലോമീറ്റർ ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റികൾ നടത്തുന്നതിന് വേണ്ടി അനുവദിച്ചു കൊടുത്തു. എന്നാൽ 98 ഈ കച്ചവടം നടക്കുന്നത്. എന്നാൽ 2000 ആണ്ടിൽ ഈ മധ്യപ്രദേശിൽ നിന്ന് ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനം രൂപീകൃതമായപ്പോൾ പുതിയതായിട്ട് വന്ന ഛത്തീസ്ഗഡ് ഗവൺമെൻറ് പഴയ മധ്യപ്രദേശ് ഗവൺമെൻറ് ഉണ്ടാക്കിയ ഈ എഗ്രിമെൻറ്റ് റദ്ദ് ചെയ്തു. അങ്ങനെ നമ്മുടെ ഷിയോനാഥ് വീണ്ടും സ്വതന്ത്രനായി വരികയാണ് കേട്ടോ. ഇതാണ് ഷിയോനാഥ് എന്ന നദിയുടെ പ്രത്യേകത. പിന്നെയോ ഇതിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികളുണ്ട്. നമ്മൾ ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നതാണ്. ആ ട്രിബ്യൂട്ടറീസ് ഏതെല്ലാം എന്ന് ചോദിച്ചാൽ ഇബ്, മന്ത്, ഹസ്ദോ, ഷിയോനാഥ്, ഓങ്, ജോങ്, ടെൽ എന്നാണ് പറയുന്നത്, അല്ലേ? ഇബ്, മണ്ട്, ഹസ്ദോ, അല്ലേ? ഇബ്, മണ്ട്, ഹസ്ദോ, ഷിയോനാഥ്, ഓങ്, ജോങ്, ടെൽ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികളായിട്ട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. ഏതിൻ്റെ പോഷക നദികളാണ്? നമ്മുടെ ഏതിൻ്റെ? മഹാനദിയുടെ പോഷക നദികൾ. അപ്പോൾ മഹാനദിയെപ്പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അല്ലേ? മഹാനദി എന്ന് പറയുന്നത് 857 കിലോമീറ്ററോളം നീളമുള്ള ബൃഹത്തായ ഒരു നദിയാണെന്നും ഈ നദിയിലാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഡാമായ ഹിരാക്കുഡ് ഡാം നിലനിൽക്കുന്നത് എന്നും ഇത് സിഹാവ റായ്പൂരിൽ നിന്നാണ് ഉത്ഭവിച്ച് വരുന്നത് എന്നും ദണ്ഡകാരണ്യ മേഖലയാണ് ഇതിൻ്റെ ജലസ്രോതസ് നൽകുന്ന കേന്ദ്രമെന്നും ഇതിൻ്റെ പോഷക നദിയായിട്ടുള്ള ഷിയോനാഥ് എന്ന് പറയുന്നത് പല പരീക്ഷകൾക്ക് മുൻപ് ചോദ്യമായി വന്നിട്ടുള്ള ഒരു സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദിയായിരുന്നുവെന്നും, അല്ലേ? പിന്നെ നമ്മൾ പഠിച്ചെന്താണ്? ഇതിൻ്റെ ട്രിബ്യൂട്ടറീസ് ആയിട്ടുള്ളത് ഇബ്, ഹസ്തോ, ഷിയോനാഥ്, ഓങ്, ജോങ്, ടെൽ എന്ന് പറയുന്ന നദികളാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികളെന്ന് നമ്മൾ പഠിച്ചു, അല്ലേ? അപ്പോൾ നമ്മൾ നോക്കിയാൽ ഏകദേശം എന്താ ഈ ഒരു റേഞ്ചിൽ നിന്നാണ് ഇത് വരുന്നത്, അല്ലേ? ഈ ഒരു റേഞ്ചിൽ നിന്ന് ഉത്ഭവിച്ചത് ഇങ്ങനെ വന്നിട്ട് നമ്മുടെ ബേ ഓഫ് ബംഗാളിൽ ചെന്ന് പതിക്കുന്ന നദിയാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ മഹാനദി എന്ന് പറയുന്ന നദി. ഇനി നമുക്ക് അടുത്ത നദിയായിട്ടുള്ള ഏതാണ്? ഗോദാവരി എന്ന് പറയുന്ന നദിയുണ്ട്. ആ ഗോദാവരി നദിയുടെ പ്രത്യേകത നമുക്കൊന്ന് നോക്കാം, അല്ലെ? ഗോദാവരി ഏകദേശം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദി
അതാണ് 1465 കിലോമീറ്റർ നീളമുള്ള ഗോദാവരി. ഗംഗ കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും വലിയ നദി ഏതെന്ന് ചോദിച്ചാൽ അതും ഗോദാവരിയാണ്. അപ്പോൾ ലാർജസ്റ്റ് പെനിൻസുലാർ റിവർ എന്നാണ് ഗോദാവരിയെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. പെനിൻസുലാർ നദിയിൽ വെള്ളം പൊതുവെ ഹിമാലയൻ നദികളെ താരതമ്യപ്പെടുത്തുമ്പോൾ കുറവാണ് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ ഇതിനെ വൃദ്ധഗംഗ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ചില പ്രമാണങ്ങളിൽ ഇതിനെ ദക്ഷിണഗംഗയെന്നും പറഞ്ഞ് കാണാറുണ്ട്. പക്ഷേ ദക്ഷിണഗംഗ എന്ന് നമ്മൾ കാവേരിയെയാണ് കൂടുതലും വിശേഷിപ്പിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ വൃദ്ധഗംഗ എന്നും ദക്ഷിണഗംഗ എന്നുമൊക്കെ അറിയപ്പെടുന്ന നദിയാണ് ഗോദാവരി എന്ന് ഓർത്തുകൊള്ളുക. ഈ ഗോദാവരി ഉത്ഭവിക്കുന്ന ഇവിടെ നിന്നാണ്. ഇത് മഹാരാഷ്ട്രയിലെ നാസിക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് ഇവിടെയാണ് കേട്ടോ. മഹാരാഷ്ട്രയിലെ നാസിക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ നാസിക്കിലെ ഒരു പീഠഭൂമിയുണ്ട്. ത്രയംബകം പീഠഭൂമിയാണ്. ത്രയംബക് ഹിൽസ് അല്ലെങ്കിൽ ത്രയംബക് പ്ലേറ്റോ എന്ന് പറയും. ആ ത്രയംബക് പ്ലേറ്റോയിൽ നിന്ന്, നാസിക്കിൽ നിന്ന്, മഹാബലേശ്വറിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നദിയാണിത് നാസിക് കേട്ടോ. അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നദിയാണ് ഈ പറയുന്ന നദി. മഹാബലേശ്വർ അല്ല, ത്രയംബകിൽ നാസിക്കിലാണ്. നാസിക്കിൽ മഹാരാഷ്ട്രയിലെ നാസിക് ഹിൽസിൽ നിന്ന് ഉത്ഭവിക്കുന്ന മഹാബലേശ്വറിൻ്റെ സമീപത്താണ് ഇത് ഒഴുകുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നൊരു നദി. അപ്പോൾ ഗോദാവരി 1465 കിലോമീറ്റർ അതാ ഇവിടെ നിന്ന് ഉത്ഭവിക്കുന്നു. ഇങ്ങനെ ഉത്ഭവിച്ചത് ഇവിടെ വന്ന് ചേരുകയാണ്. അപ്പോൾ ഗോദാവരി 1465 കിലോമീറ്റർ ഒഴുകുന്ന വളരെ വലിയ ഒരു നദിയാണ്. ദക്ഷിണേന്ത്യയിലെ വലിയ നദിയാണ്. ഇത് ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നാണ് എന്ന് ഓർത്തുകൊള്ളുക. ഇത് രാജമുന്ദ്രി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. രാജമുന്ദ്രി നമുക്കറിയാം, സെൻട്രൽ ടുബാക്കോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് രാജമുന്ദ്രി. ഇതേപോലെ രാജമുന്ദ്രി റിഫോം ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ആന്ധ്രയിലെ വീരേശലിംഗം പന്തുലു എന്ന് പറഞ്ഞൊരു നവോത്ഥാന നായകനൊരു സംഘടനയൊക്കെ ഉണ്ടാക്കിയ കാര്യവും നമുക്ക് അറിവുള്ളതാണ് അല്ലേ. വീരേശലിംഗം പന്തുലുവാണ് രാജമുന്ദ്രി റിഫോം ഓർഗനൈസേഷൻ ഉണ്ടാക്കിയത്. ഈ രാജമുന്ദ്രിയാണ് സെൻട്രൽ ടൊബാക്കോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുകയില ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഈ രാജമുന്ദ്രിയിലാണ്. ഈ രാജമുന്ദ്രിയിൽ എത്താൻ നേരത്ത് ഈ ഗോദാവരി എന്ന് പറയുന്നത് എന്താണ്, രണ്ട് ഭാഗമായിട്ട് പിരിയുന്നുണ്ട്. അപ്പോൾ ഗോദാവരി രണ്ട് ഭാഗങ്ങളായിട്ട് പിരിയുന്നത് രാജമുന്ദ്രിയിൽ വെച്ചിട്ടാണ്. അത് ഏതെല്ലാം ഭാഗമെന്ന് ചോദിച്ചാൽ വസിഷ്ഠ ഗോദാവരി അല്ലെ. വസിഷ്ഠൻ എന്ന് പറയുന്ന ഒരു മഹർഷിയുണ്ട് അല്ലേ, വസിഷ്ഠ ഗോദാവരി. അതേപോലെ ഗൗതമി ഗോദാവരി, വസിഷ്ഠൻ്റെ ഭാര്യയായിരുന്ന ഗൗതമിയുടെ ഗോദാവരി എന്ന പേരിൽ. അപ്പോൾ വസിഷ്ഠ ഗോദാവരി എന്നും ഗൗതമി ഗോദാവരി എന്നും അറിയപ്പെടുന്നത് ഈ പറയുന്ന രാജമുന്ദ്രിയിൽ വെച്ചിട്ടാണ്. ഇനി നമ്മൾ നോക്കിയാൽ ഗോദാവരിക്ക് പോഷക നദികളുണ്ട്. ഗോദാവരിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ മഞ്ചറയുണ്ട് അല്ലേ. മഞ്ചറ, പെൺഗംഗ, വാർധ, വൈൻഗംഗ, ഇന്ദ്രവതി, ശബരി, പ്രണിത എല്ലാം സ്ത്രീ നാമങ്ങളാണെന്ന് ഓർക്കാൻ വളരെ എളുപ്പമാണ്. ആരാണ് ഗോദാവരിയുടേത്? അപ്പം മഞ്ചറ, പെൺഗംഗ, വാർധ, വൈൻഗംഗ, ഇന്ദ്രവതി, ശബരി, പ്രണീത എന്നിവയെല്ലാം ഗോദാവരി എന്ന നദിയുടെ പോഷക നദികളാണ് എന്ന് ഓർത്തുകൊള്ളുക. ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്തത് കൃഷ്ണ എന്ന് പറയുന്ന നദിയാണ്. കൃഷ്ണ എന്ന നദിയെക്കുറിച്ചാണ് നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കൃഷ്ണ നദി അല്ലേ, കൃഷ്ണ നദി എന്താണ്? സെക്കൻഡ് ലാർജസ്റ്റ് റിവറാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഗോദാവരി കഴിഞ്ഞാൽ രണ്ടാമത് നിൽക്കുന്ന നദിയാണ് കൃഷ്ണ. 1400 കിലോമീറ്ററാണ് കൃഷ്ണ നദിയുടെ ലെങ്ത് എന്ന് പറയുന്നത്. ഇതെവിടെ നിന്നാണ്? സഹ്യാദ്രി, നമ്മുടെ പശ്ചിമഘട്ടത്തിൽ ഇവിടെ നിന്ന് ഉത്ഭവിക്കുന്നു. അതായത് മഹാബലേശ്വർ, നാസിക്കിനടുത്തുള്ള മഹാബലേശ്വറിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. അങ്ങനെ മഹാബലേശ്വറിൽ നിന്ന് ഉത്ഭവിക്കുന്നു, മഹാരാഷ്ട്രയിൽ നിന്നും ഉത്ഭവിക്കുന്നു, സഹ്യാദ്രിയിൽ നിന്നും ഉത്ഭവിക്കുന്നു. അതാണ് കൃഷ്ണ എന്ന് പറയുന്ന നദി. ഈ കൃഷ്ണ സഹ്യാദ്രിയിൽ നിന്ന് ഉത്ഭവിച്ച് വരികയാണ്. ഉത്ഭവിച്ച് വന്നിട്ട് നമ്മുടെ ബേ ഓഫ് ബംഗാളിലാണ് ഇത് ചെന്ന് കയറുന്നത് അല്ലേ. ബേ ഓഫ് ബംഗാളിൽ ഇത് ചെന്ന് കയറുന്നു. അങ്ങനെ ബേ ഓഫ് ബംഗാളിൽ ചെന്ന് ഇത് കയറുന്നു. ഇതിന് കൈവഴികളുണ്ട്, പോഷക നദികളുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ കൊയ്ന എന്ന് പറയുന്നൊരു നദിയുണ്ട്. കൊയ്ന, ഗാഢപ്രഭ എന്ന് പറയുന്നൊരു നദിയുണ്ട്. ഗഢപ്രഭ, മാലപ്രഭയുണ്ട്. മാലപ്രഭ, ഗാഢപ്രഭ, ഭീമ എന്ന് പറയുന്നൊരു നദിയുണ്ട്. തുംഗഭദ്ര എന്ന് പറയുന്നൊരു നദിയുണ്ട്. മുസി എന്ന് പറയുന്നൊരു നദിയുണ്ട്. മുസി എന്ന് പറഞ്ഞ നദിയുണ്ട്. പിന്നെയോ മുനേരു എന്ന് പറയുന്നൊരു നദിയാണ്. അപ്പം മുസി എന്നും മുനേരു എന്നും തുംഗഭദ്ര എന്നും ഗാഢപ്രഭ എന്നും കൊയ്ന എന്നും മലപ്രഭ എന്നും ഭീമ എന്നും പറയുന്ന പോഷക നദികളുള്ള നദി ഏത് എന്ന് ചോദിച്ചാൽ അതാണ് കൃഷ്ണ. ഏതൊക്കെയായിരുന്നു? കൊയ്ന, ഭീമ, ഗഢപ്രഭ, മാലപ്രഭ, തുംഗഭദ്ര, പിന്നെയോ മുസി, മുനേരു എന്നീ നദികൾ പോഷക നദികളായിട്ടുള്ള നദിയാണ്. മഹാബലേശ്വറിൽ നിന്നും, സഹ്യാദ്രിയിലെ മഹാബലേശ്വറിൽ നിന്നും, മഹാരാഷ്ട്രയിൽ നിന്നും ഉത്ഭവിക്കുന്ന കൃഷ്ണ എന്ന് പറയുന്ന നദി. 1400 കിലോമീറ്റർ നീളമുള്ള കൃഷ്ണ ദക്ഷിണേന്ത്യയിലെ
രണ്ടാമത്തെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. ഇതോടുകൂടി എന്താണ് നമ്മൾ കൃഷ്ണ എന്ന് പറയുന്ന ആ നദിയെക്കുറിച്ചും പഠിച്ചു കഴിഞ്ഞു. ഇത് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നതിനെ കുറിച്ചാണ്. നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് കാവേരി എന്ന് പറയുന്ന നദിയെക്കുറിച്ചാണ്. കാവേരി അല്ലേ, കാവേരി നദിയുടെ പ്രത്യേകത എന്താണ്? ഇത് 800 കിലോമീറ്റർ നീളമുള്ള നദിയാണ്. 800 കിലോമീറ്റർ നീളമുള്ള നദിയാണ് കാവേരി. 800 കിലോമീറ്ററാണ് കാവേരിയുടെ ലെങ്ത് എന്ന് പറയുന്നത് അല്ലേ. 800 കിലോമീറ്റർ, 800 കിലോമീറ്ററാണ് കാവേരിയുടെ നീളം. ഇത് എവിടെ നിന്ന് ഉത്ഭവിക്കുന്നത്? ഇത് കർണാടകത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. കാവേരി കർണാടകത്തിലാണ്. ബ്രഹ്മഗിരി കുന്നുകളുണ്ട്. കർണാടകത്തിലെ ബ്രഹ്മഗിരി കുന്നുകൾ, അതല്ലെങ്കിൽ നമ്മൾ കൂർഗ് എന്നും കുടകെന്നും ഒക്കെ പറയുന്ന പ്രദേശമാണല്ലേ. ബ്രഹ്മഗിരി ഹിൽസ്, കൂർഗ് അല്ലെങ്കിൽ കുടക്. അവിടെ തലക്കാവേരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, തലക്കാവേരി. ആ തലക്കാവേരിയിൽ നിന്നുമാണ് ഇത് ഉത്ഭവിക്കുന്നത്. ഇപ്പോൾ ബ്രഹ്മഗിരി ഹിൽസ്, കൂർഗ്, അവിടെ തലക്കാവേരിയിൽ നിന്നുമാണ് ഇത് ഉത്ഭവിക്കുന്നത്, നമ്മുടെ കാവേരി നദി ഉത്ഭവിക്കുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഉപദ്വീപീയ നദികളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് മൺസൂണിലെ ജലമാണ് ഒഴുകിക്കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. കൂടുതലും നദികൾക്ക് ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മാത്രമാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കാവേരി നദിക്ക് ലഭിക്കുക 2 മൺസൂണും കിട്ടും. തെക്ക് പടിഞ്ഞാറനും കിട്ടും, വടക്ക് കിഴക്കനും കിട്ടും. അപ്പോൾ സൗത്ത് വെസ്റ്റ് മൺസൂണും കിട്ടും, നോർത്ത് ഈസ്റ്റ് മൺസൂണും കിട്ടുന്ന ഒരേയൊരു നദി അതേതാണ്? അത് കാവേരി നദിയാണ്. ഈ കാവേരി നദിയുടെ ഒഴുക്കിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ശിവസമുദ്രം വാട്ടർഫാൾസ് എന്ന് പറയും, ശിവസമുദ്രം വാട്ടർഫാൾസ്. അപ്പോൾ ശിവസമുദ്രം വെള്ളച്ചാട്ടം ഉള്ളത് കാവേരി നദിയിലാണ്. അതേപോലെ തന്നെ ഈ പറയുന്ന കാവേരി നദിയുടെ നടുവിലായിട്ടാണ് നമുക്ക് ശ്രീരംഗം ദ്വീപിനെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ശ്രീരംഗം ദ്വീപ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് കാവേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ കാവേരിയുടെ പോഷക നദികളിലേക്ക് നമ്മളൊന്ന് ഇറങ്ങിച്ചെന്നാലോ, കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകുന്ന 3 പ്രധാനപ്പെട്ട നദികളായിട്ടുള്ള കബനിയും ഭവാനിയും പാമ്പാറും ഇവിടെയുണ്ട് അല്ലേ. കബനിയും ഭവാനിയും പാമ്പാറും ഇവിടെയുണ്ട്. അതേതെല്ലാം എന്ന് ചോദിച്ചാൽ നമുക്കറിയാലേ, കബനിയും ഭവാനി പാമ്പാർ കേരളത്തിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് കബനി ഭവാനി പാമ്പാർ എന്ന് പറയുന്നത്. പിന്നെയോ അർക്കവതി, ഹേമവതി, ഹേറാങ്കി, ലക്ഷ്മണതീർത്ഥ, ലോകപവനി, സുവർണവതി, ഇതൊക്കെ നമ്മുടെ കാവേരിയുടെ പോഷക നദികളാണ്. അപ്പോൾ കാവേരിയുടെ പോഷക നദികൾ കബനി ഭവാനി പാമ്പാർ, അർക്കവതി ഉണ്ട്, പിന്നെയോ ഹേമവതി ഉണ്ട്, സുവർണവതി ഉണ്ട്, ഞാൻ എഴുതിയിട്ടില്ലെന്നേ ഉള്ളൂ, ലക്ഷ്മണ തീർത്ഥയുണ്ട്, ഹേറാങ്കിയുണ്ട്, ലോകപവനിയുണ്ട്. ഇതാണ് എങ്ങോട്ടേക്ക് ഒഴുകുന്ന നദി എന്ന് പറയുന്നത്? കിഴക്ക് ഭാഗത്തേക്ക് ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികളിൽ ഉള്ളത്. ഈ കാവേരിയെ നമ്മൾ ദക്ഷിണഗംഗ എന്ന് പേരിട്ടുകൊണ്ടും വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ കാവേരി ദക്ഷിണഗംഗ എന്നുള്ള പേരിലും അറിയപ്പെടുന്ന ഒരു നദിയാണ്. ഇനി നമുക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒഴുകുന്ന നദികളുണ്ട്. പടിഞ്ഞാറ് ഭാഗം വെച്ച് വെസ്റ്റ് ഫ്ലോവിംഗ് റിവേഴ്സ് എന്ന് പറയുന്നതാണ് അല്ലേ. വെസ്റ്റ് ഫ്ലോവിംഗ് റിവേഴ്സ് ഏതാണ്? പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ. അതിലൊന്നാമത്തതാണ് നമ്മൾ നർമ്മദ എന്ന് പറയുന്ന നദി അല്ലേ. നർമ്മദ നദിയെ നമ്മൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന പ്രധാനപ്പെട്ട നദിയായിട്ട് കണക്കാക്കുന്നുണ്ട്. അപ്പം നർമ്മദ നദി പടിഞ്ഞാറോട്ട് ഒഴുകുന്ന പ്രധാനപ്പെട്ട ഒരു നദിയാണ്. അത് 1310 കിലോമീറ്ററാണ് ഒഴുകുന്നത്. 1310 കിലോമീറ്റർ ഒഴുകുന്നു. എവിടെ നിന്നാണ് ഒഴുകി തുടങ്ങുന്നത്? അമരകണ്ടക പ്ലേറ്റോ ഉണ്ട്. നമ്മൾ ഇന്നലെ സൺ എന്ന് പറഞ്ഞ നദിയെപ്പറ്റി പറഞ്ഞില്ല. സൺ നദി ഈ നമ്മുടെ ഏതാണ് നർമ്മദ നദി ഉത്ഭവിക്കുന്ന അതേ സ്ഥലത്ത് നിന്ന് ഉത്ഭവിച്ചിട്ട് നർമ്മദയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഒഴുകി പോകുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. എന്നിട്ട് ഗംഗയുടെ പോഷക നദിയായിട്ട് മാറുന്നു നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ആ സ്ഥലത്ത് നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് നർമ്മദയും. ഈ നർമ്മദ ലാർജസ്റ്റ് വെസ്റ്റ് ഫ്ലോവിംഗ് റിവറാണ്. ഇത് അമരകണ്ടക പ്ലേറ്റോയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അമരകണ്ടക പ്ലേറ്റോയിൽ നിന്ന് ഉത്ഭവിച്ച് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഇത് ഒഴുകുന്നത്. 2 പർവ്വതങ്ങളുടെ ഇടയിലൂടെയാണ്. വിന്ധ്യ എന്നും സത്പുര എന്നും പറയുന്ന പർവ്വതം ഇവിടെയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഇത് ഇവിടെ നിന്ന് ഉത്ഭവിച്ചത് ഇങ്ങനെ അങ്ങോട്ട് ഒഴുകി വരികയാണ്. അങ്ങനെ അമർകണ്ടക് പ്ലേറ്റോയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നർമ്മദ നദി വിന്ധ്യ സത്പുര എന്ന് പറയുന്ന പർവ്വതങ്ങളുടെ ഇടയിലൂടെ ഒരു ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്നു. നമ്മളിതിനെ റിഫ്റ്റ് താഴ്വരയിലൂടെ ഒഴുകുന്ന നദി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ഒഴുകുന്ന ഈ നദി എന്ത് ചെയ്യുന്നു? വെള്ളച്ചാട്ടങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. മാർബിൾ ഫാൾസ് എന്ന് പറയുന്ന വെള്ളച്ചാട്ടം അല്ലേ. അതേപോലെ ദ്വാന്തർ ഫാൾസ് എന്ന് പറയുന്ന വെള്ളച്ചാട്ടം, ഇതിനെ നമ്മൾ സഹസ്രധാര വെള്ളച്ചാട്ടം എന്നും വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ മാർബിൾ ഫാൾസ് എന്നും ദ്വാന്തർ ഫാൾസ് എന്നും സഹസ്രധാര ഫാൾസ് എന്നും ഒക്കെ അറിയപ്പെടുന്ന വെള്ളച്ചാട്ടങ്ങൾ പ്രത്യേകമായിട്ട് ഇത് സൃഷ്ടിക്കുന്നുണ്ട്. ഇത് ജബൽപൂരിലാണ്, മധ്യപ്രദേശിലെ ജബൽപൂരിലാണ് ഇത്തരത്തിലുള്ള വെള്ളച്ചാട്ടങ്ങളെല്ലാം സൃഷ്ടിക്കപ്പെടുന്നത് അല്ലേ. പിന്നെയോ ഇത് ഒഴുകി ചെന്നിട്ട് ഗൾഫ് ഓഫ് കമ്പത്ത് എന്ന് പറയും അല്ലേ. ഗൾഫ് ഓഫ് കമ്പത്ത്, ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കമ്പത്ത് അല്ലെ ഗൾഫ് ഓഫ് കാംബെ എന്ന സ്ഥലത്ത് ചെന്നിട്ടാണ് ഇത് പതിക്കുന്നത്. ഈ നദിയിലാണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സൃഷ്ടിച്ചിട്ടുള്ളത്. ചെറുതും വലുതുമായിട്ട് 3000-ഓളം അണക്കെട്ടുകൾ ഇവിടെയുണ്ട്. ഈ നർമ്മദ നദി
നദിയിൽ അണക്കെട്ടുകൾ കെട്ടി ജലം തടയുമ്പോൾ സമീപ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് മേധാ പട്കറുടെ നേതൃത്വത്തിൽ ഒരു പ്രക്ഷോഭം ഉണ്ടായിരുന്നു. ആ പ്രക്ഷോഭത്തിൻ്റെ പേരായിരുന്നു നർമ്മദ ബച്ചാവോ ആന്തോളൻ. അങ്ങനെ നർമ്മദ ബച്ചാവോ ആന്തോളനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇതേപോലെ സർദാർ സരോവർ പ്രൊജക്റ്റ് അന്ന് സ്ഥിതി ചെയ്യുന്നത് ഈ നർമ്മദ നദിയിലാണ്. സർദാർ സരോവർ പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഈ ഏകതാ പ്രതിമയും നമുക്ക് പരാമർശിച്ച മതിയാവുകയുള്ളൂ അല്ലേ. അപ്പോൾ കെവാഡിയ എന്ന സ്ഥലത്താണ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. നർമ്മദ സരോവർ ആ പ്രൊജക്റ്റിൻ്റെ സമീപത്തായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതുമാണ് അത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ നർമ്മദയുടെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് അല്ലെങ്കിൽ അതിൻ്റെ പോഷക നദികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം അല്ലേ. തവ അല്ലെ ഹിരൺ, ഓർസാങ്, ബർണ, കോലാർ, ബെഞ്ചറ, തവ, കുന്തി, ഷാർ ഷഹറാണ്. അപ്പോൾ തവ, കുന്തി, ഷാർ ഷഹർ, ഹിരൺ, ഓർസാങ്, ബർണാർ അല്ലെ. തവ, കുന്തി, ഷാർ ഷഹർ ഉണ്ട്. തവ, കുന്തി, ഷാർ ഷഹർ, ഹിരൺ, ഓർസാങ്, ബർണാർ, കോലാർ, ബെഞ്ചാർ മുതലായ നദികൾ ഉണ്ട്. അപ്പോൾ തവ, കുന്തി, ഷാർ ഷഹർ, കോലാർ, ബർണാർ, ബെഞ്ചാർ, ഹിരൺ, ഓർസാങ് മുതലായവയെല്ലാം നമ്മുടെ നർമ്മദയുടെ പോഷക നദികളാണ്. ഇനി അടുത്ത നദിയാണ് താപി എന്ന് പറയുന്നത്. താപി എന്ന നദിയെ നമ്മൾ താപ്തി എന്നും വിളിക്കാറുണ്ട്. നർമ്മദയുടെ ഇരട്ട എന്നും നർമ്മദയുടെ ട്വിൻ സിസ്റ്റർ എന്നും നർമ്മദയുടെ ഹാൻഡ്മെയ്ഡ് കളിത്തോഴി എന്നുമൊക്കെ അറിയപ്പെടുന്ന നദിയാണ് ഈ താപി എന്ന് പറയുന്നത്. ഇത് ഏകദേശം 730 കിലോമീറ്റർ നീളത്തിലൊഴുകുന്നൊരു നദിയാണ്. 730 കിലോമീറ്റർ നീളത്തിലൊഴുകുന്ന ഒരു നദിയാണ് താപി എന്ന് പറയുന്നത്. ഇത് മധ്യപ്രദേശിലെ മുൾട്ടായി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ബേത്തുൽ ഡിസ്ട്രിക്റ്റിലുള്ള മുൾട്ടായി എന്നൊരു സ്ഥലത്തു നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത്. ഇത് ഉത്ഭവിച്ച് എവിടെയാണ് ചെന്ന് കയറുന്നത്? ഈ പറയുന്ന സ്ഥലത്ത് എവിടെയാണ്? നമ്മുടെ ഗുജറാത്തിൽ തന്നെയാണ് ചെന്ന് ഇത് ഒഴുകി കടക്കുന്നത്. ഇതിൻ്റെ പോഷക നദികളാണ് പൂർണ്ണ, ബേത്തുൽ, പട്കി, ദത്രജ്, ഗഞ്ചൽ എന്നൊക്കെ പറയുന്നത് അല്ലേ. പൂർണ്ണ, ബേത്തുൽ, പട്കി, ദത്രജ്, ഗഞ്ചൽ എന്നിവ ഇതിൻ്റെ പോഷക നദികളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഈ അടുത്ത നദിയുടെ പേര് നോക്കിയാൽ അത് ലൂണിയാണ്. അപ്പോൾ ലൂണി എന്ന് പറയുന്ന ഒരു പോഷക നദിയുണ്ട്. ലൂണി പോഷക നദിയല്ല, ഒരു പ്രധാനപ്പെട്ട നദിയാണ്. ഇതൊരു എഫിമെറൽ നദിയാണ്. എഫിമെറൽ എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ കോഴ്സ് പൂർത്തീകരിക്കുന്നതിന് മുൻപ് തന്നെ മൃതമായി പോകുന്നത് എന്നാണ് എഫിമെറൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ലൂണി എന്നുള്ള നദി ഒഴുകിച്ചെന്ന് കടലിൽ കടക്കുന്നില്ല. പകരം അത് റാൻ ഓഫ് കച്ച് എന്ന് പറയുന്ന ചതുപ്പ് നിലത്തിൽ വെച്ചിട്ട് അത് മൃതമാവുകയാണ്, അപ്രത്യക്ഷമാവുകയാണ്. അതുകൊണ്ടാണ് അതിനെ എഫിമെറൽ എന്ന് വിശേഷിപ്പിക്കുന്നത് അല്ലേ. 482 കിലോമീറ്റർ നീളമുള്ള നദിയാണ് ഇത്. രാജസ്ഥാനിലുള്ള ഒരു നദീതട വ്യവസ്ഥയാണ്. ലവണവതി എന്നിവ അറിയപ്പെടുന്നത്. ലൂണി അറിയപ്പെടുന്ന മറ്റൊരു പേര് ലവണവതിയാണ്. കാര്യം ഉപ്പ് അംശം വളരെ കൂടുതലുള്ളതുകൊണ്ട് ഇതിനെ ലവണവതി എന്ന് വിശേഷിപ്പിക്കാറുണ്ട് കേട്ടോ. ഇത് ആരവല്ലിയുടെ പടിഞ്ഞാറേ ചരിവിൽ നിന്നാണ്. ആരവല്ലിയുടെ പടിഞ്ഞാറേ ചരിവ് ഇവിടെ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. ആരവല്ലിയുടെ പടിഞ്ഞാറേ ചരിവിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത് എന്നോർത്തുകൊള്ളുക അല്ലെ. ആരവല്ലിയുടെ പടിഞ്ഞാറേ ചരിവിൽ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത് നമ്മൾ പഠിച്ചു അല്ലേ. പിന്നെ നോക്കിയാൽ എന്തായിരിക്കാം? ആരവല്ലിയുടെ പടിഞ്ഞാറേ ചരിവിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലമുണ്ട്, പുഷ്കർ. ലാർജസ്റ്റ് ക്യാമൽ ഫെസ്റ്റ് ഇൻ ദ വേൾഡ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഒട്ടകമേള നടക്കുന്ന ഒരു സ്ഥലമാണ് പുഷ്കർ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ആ പുഷ്കർ എന്നുള്ള പ്രദേശത്ത് വെച്ചിട്ടാണ് ഈ പറയുന്ന ലൂണി നദി ഉത്ഭവിക്കുന്നത്. ഇത് രണ്ട് പ്രധാനപ്പെട്ട നദികളായിട്ടാണ് വരുന്നത്. സാഗർമതി എന്നും സരസ്വതി എന്നും പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട നദീതടങ്ങളായിട്ടാണ് വരുന്നത് അല്ലെ. സാഗർമതി അതേപോലെ തന്നെ സരസ്വതി എന്ന് പറയുന്ന രണ്ട് നദികളായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ അങ്ങനെ ഗോവിന്ദപൂർ എന്നൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഇത് രണ്ടും തമ്മിൽ സന്ധിക്കുന്നത്. അങ്ങനെ സാഗർമതിയും സരസ്വതിയും കൂടിയിട്ട് വന്നു കഴിഞ്ഞിട്ട് നീ റാൻ ഓഫ് കച്ചിലേക്കാണ് ഇത് ചെന്ന് ചേരുന്നത്. അങ്ങനെ റാൻ ഓഫ് കച്ചിൽ ചെന്ന് ചേരുന്നത് കൊണ്ട് ഇതിനെ നമ്മൾ വിശേഷിപ്പിച്ച പേരാണ് എഫിമെറൽ സിസ്റ്റം എന്ന വിശേഷിപ്പിച്ചത്. ഇനി നമ്മൾ അടുത്തതിനെക്കുറിച്ച് നോക്കിയാൽ എന്താണ്? അത് സബർമതി എന്ന് പറയുന്നൊരു നദിയാണ് അല്ല. സബർമതി എന്ന് പറയുന്ന നദിയാണ്. സബർമതി നദി അതാണ് മേവാറിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ സബർമതി നദി ഉത്ഭവിക്കുന്നത് മേവാറിൽ നിന്നുമാണ്. അപ്പോൾ മേവാറിൽ നിന്ന് സബർമതി നദി ഉത്ഭവിക്കുന്നുണ്ട്. മേവാറിൽ നിന്ന് അല്ലേ. മേവാറിൽ നിന്നുമാണ് സബർമതി നദി ഉത്ഭവിക്കുന്നത്. ഇത് ആരവല്ലി റേഞ്ചിൽ നിന്നുമാണ് വരുന്നത്. അപ്പോൾ ആരവല്ലി റേഞ്ചിൽ നിന്നും വരുന്നു അല്ലേ. സബർമതി നദി മേവാറിൽ നിന്നുമാണ്, ആരവല്ലി റേഞ്ചിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. 320 കിലോമീറ്റർ അല്ലേ. 320 കിലോമീറ്ററാണ് ഈ സബർമതിയുടെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ സബർമതിയുടെ നീളം എത്രയാണെന്ന് ചോദിച്ചാൽ 320 കിലോമീറ്ററാണ്. ഇതൊഴുകി ഗൾഫ് ഓഫ് കമ്പത്ത് എന്ന സ്ഥലത്താണ് ചെന്ന് കയറുന്നത് അല്ലെ. ഗൾഫ് ഓഫ് കമ്പത്തിലാണ് സബർമതി എന്ന നദി ചെന്ന് കയറുന്നത്. ഇത് രണ്ട് നദികളാണ് അല്ലെ. സബർ എന്നും ഹസ്തമതി എന്നും പറഞ്ഞ രണ്ട് ശ്രേണികളായിട്ടാണ് ഇത് പോകുന്നത്. അപ്പോൾ സബർ എന്നും ഹസ്തമതി എന്നും പറയുന്ന രണ്ട് ശ്രേണികളായിട്ടാണ് ഇത് പോകുന്നത്. നമ്മുടെ ഈ പറയുന്ന സബർമതി എന്നുള്ള സിസ്റ്റം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരെണ്ണം കൂടി പ്രധാനപ്പെട്ടുള്ളൂ. ഒരുപാട് നദികളുണ്ട്, പക്ഷേ എല്ലാം പഠിക്കേണ്ട കാര്യമില്ല. പ്രധാനപ്പെട്ട നദികൾ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ.
അതിൽ അടുത്തതാണ് ശരാവതി എന്ന് പറഞ്ഞൊരു നദിയുണ്ട്. ശരാവതി ഇത് കർണാടകത്തിലാണുള്ളത് അല്ലേ? കർണാടകത്തിലാണ് ശരാവതി ഉള്ളത്. കർണാടകത്തിലെ ശിവമോഗ എന്ന് പറയുന്ന ജില്ലയിൽ നിന്നുമാണ് ഇത് ഉത്ഭവിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ നിന്നുള്ള വെള്ളച്ചാട്ടം. നമ്മളിതിനെ ജെർസോപ്പ വെള്ളച്ചാട്ടം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ ജോഗ് ഫാൾസ് എന്നും പറഞ്ഞുകൊണ്ട് വിശേഷിപ്പിക്കാറുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടമാണ് നമ്മുടെ ജെർസോപ്പ വെള്ളച്ചാട്ടം, അല്ലെങ്കിൽ ജോഗ് വാട്ടർഫാൾസ് എന്ന് പറയുന്നത്. ഈ വെള്ളച്ചാട്ടം സൃഷ്ടിക്കുന്നത് ചില അരുവികൾ വന്നിട്ടാണ് അല്ലെ? രാജ, റാണി, റോവർ, റോക്കറ്റ്, ഇങ്ങനെ 4 ചെറു അരുവികളാണ് ഈ പറയുന്ന ശരാവതി നദിയിലെ വെള്ളച്ചാട്ടം സൃഷ്ടിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മളിപ്പോൾ പഠിച്ചതും മനസ്സിലാക്കിയതും നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഒഴുകുന്ന, അല്ലെങ്കിൽ ഉപദ്വീപീയ ഇന്ത്യയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികളെക്കുറിച്ചാണ്. ഇതാണ് ഉപദ്വീപീയ നദികൾ അഥവാ പെനിൻസുലാർ റിവേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു നദീതട വ്യവസ്ഥയെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. All the best.